Good morning, students. Welcome to today's class. Today we are discussing about Module 2. That's Module 2 basically based on fast Fourier transform. Then a question arises, what is fast Fourier transform, right? Now, fast Fourier transform means the DFT of a sequence can be calculated very fast by using this algorithm fast Fourier transform. The DFT, discrete Fourier transform. DFT ആണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചത് അല്ലേ? വാട്ട് ഇസ് DFT? അങ്ങനെ DFTന്റെ പ്രോപ്പർട്ടീസ്, DFT കാൽക്കുലേഷൻ മെത്തേഡ്സ് ഒക്കെ പഠിച്ചു. ഓക്കെ, മെട്രിക്സ് മെത്തേഡ് അങ്ങനെ പഠിച്ചു. ഇനി DFTന്റെ എങ്ങനെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്യാം എന്നുള്ള മെത്തേഡാണ് നെക്സ്റ്റ്. ദാറ്റ് ഈസ് ഫാസ്റ്റ് Fourier transform FFT. That is, in order to find DFT very easily and in a very fast manner, we are using FFT. Okay, DFT fast ആയി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് FFT. Okay, now before find ഒരു ചെറിയൊരു എക്സാമ്പിൾ ഉണ്ട് DFT കാണാനുള്ള. ഓക്കെ, find the 2-point DFT of the signal 1 2. ഈ 1 2 എന്നുള്ള സിഗ്നലിന്റെ 2-point DFT കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രിഡിയൽ ഫാക്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ദെൻ എക്സ് ഓഫ് എന്നും എച്ച് ഓഫ് എന്നും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എച്ച് ഓഫ് എന്നിനെ മെട്രിക്സ് ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയും കാണാം. ഓക്കെ, നൗ നമുക്ക് ഇൻപുട്ട് മാത്രമേ തന്നിട്ടുള്ളൂ, എക്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റ് Fourier ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഫാസ്റ്റ് Fourier ട്രാൻസ്ഫോം അല്ല, DFT കാണൽ എങ്ങനെയാന്ന് വെച്ചാൽ എക്സ് കെ ഇസ് ഈക്വൽ ടു WN XN. ദാറ്റ് ഇസ് WN ഈസ് ട്രിഡിൽ ഫാക്ടർ മെട്രിക്സ്, റൈറ്റ്? സോ എക്സ് കെ ഇസ് ഈക്വൽ ടു WN XN എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് WN എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2/2ന്റെ റോസ് 1, കോളംസ് 1. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം 1 ആണ്. സോ 1 1, then first column 1 1, then second one is -1. Okay, now in tridial factor matrix 2/2 matrix എഴുതി, പിന്നെ 1 2 ന്റെ കോളം മെട്രിക്സ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 plus 2, 1 into 1 plus 1 into 2, that is 3. 1 into 1 minus 1 into 2, that is -1. Okay, now this is the answer. This is the way we are finding DFT. DFT യും IDFT ഇങ്ങനെ കാണാം. DFT ഇങ്ങനെ കാണും, IDFT കാണുകയാണെങ്കിൽ okay, xn is equal to 1/n WN conjugate into xk, റൈറ്റ്? അങ്ങനെ നമ്മൾ DFT കണ്ടിരുന്നത്. ഓക്കെ, ഇനി ഫാസ്റ്റ് Fourier ട്രാൻസ്ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ FFT is highly efficient procedure for computing the DFT of a finite series. ഒരു ഫൈനൈറ്റ് സീരീസിന്റെ DFT കാണാൻ, പിന്നെ നമ്മൾ DFTയിൽ പഠിച്ച ലോങ് സീക്വൻസിലൊക്കെ അല്ലെ, അപ്പൊ ഫൈനൈറ്റ് സീരീസിന്റെ DFT കാണാനും വേണ്ടി നമുക്ക് FFT എന്താ ഹൈലി എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് FFT യൂസ് ചെയ്തിട്ട് ഫൈനൈറ്റ് സീരീസിന്റെ DFT കാണാൻ പറ്റും. ഓക്കെ, ഇറ്റ് റിക്വയർസ് ലെസ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻ ദാൻ ദാറ്റ് ഓഫ് ഡയറക്റ്റ് വാല്യൂഷൻ ഓഫ് DFT. ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് DFT കാണുന്നതിലേറെ ലെസ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻ ആണ് എങ്ങനെ FFT യൂസ് ചെയ്തിട്ട് നമ്മൾ DFT കാണുന്നത്. ഓക്കെ, അപ്പൊ DFT രണ്ട് രീതി കാണാം, ബൈ ഡയറക്റ്റ് കമ്പ്യൂട്ടേഷനും കാണാം, അതായത് ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇപ്പൊ മുകളിൽ കാണിച്ച പോലെ, അല്ലെങ്കിൽ FFT യൂസ് ചെയ്തിട്ട്. സോ ഇൻ FFT യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ലെസ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. FFT reduces the computation time required to compute a discrete Fourier transform and improves the performance by a factor of 100 or more over direct evaluation of DFT. DFT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷൻസ് റെഡ്യൂസ് ചെയ്യും. കമ്പ്യൂട്ടേഷൻസ് റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ FFT യൂസ് ചെയ്തിട്ട് നമ്മൾ DFT കാണുമ്പോൾ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ് കുറയും. കമ്പ്യൂട്ടേഷൻസ് കുറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, കമ്പ്യൂട്ടേഷൻ ടൈമും കുറയും. അങ്ങനെ നമുക്ക് മാത്രമല്ല DFT ഡയറക്റ്റ് വാല്യൂഷൻ ഓഫ് DFT പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ FFT യൂസ് ചെയ്ത് DFT കാണാൻ പറയുമ്പോൾ പെർഫോമൻസ് 100 ടൈംസ് കൂടും. ഓക്കെ, അതായത് എറർ കുറയും. ഇൻ ദ ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് DFT നമ്പർ ഓഫ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ റിക്വയർഡ്സ് ഇസ് n². ഓക്കെ, ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ പറയുമ്പോൾ ആ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിലും സിഗ്മ എക്സ് ഓഫ് കെ സിഗ്മ n equal to 0 to n minus 1 x of n e raised minus j 2π n into k അല്ലെ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് DFT കാണാൻ പറ്റും. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് DFT കാണുന്ന ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് DFT കാണുമ്പോൾ n നമ്പർ ഓഫ് സാമ്പിൾസിനെ ഇൻറ്റു n, ദാറ്റ് ഈസ് n² മൾട്ടിപ്ലിക്കേഷൻസ് നമുക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ കോംപ്ലക്സ് അഡീഷൻസ് നമുക്ക് n-1 അഡീഷൻസ് വേണം, n വാല്യൂസിന് 0 to n-1 വാല്യൂസ് ആണ്. സോ നോർമലി n-1 അഡീഷൻസ് വേണം. ഓക്കെ, അപ്പൊ ഈ 0 to n-1 ആകുമ്പോൾ അഡീഷൻസ് n നമ്പർ ഓഫ്
n number of samples ഉണ്ട്. So n into n minus 1. So number of complex addition n into n minus 1 വേണം. അപ്പോൾ ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് DFT ഇക്വേഷൻ വെച്ചിട്ട് DFT കാണുമ്പോൾ സിഗ്മ n equal to 0 to n minus 1 x of n e raised minus j 2 pi by n into k ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കാണുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻസ് ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് നമുക്ക് ചെയ്യേണ്ടത് n സ്ക്വയർ മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്യേണ്ടി വരും. കാരണം n പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു n ടേംസിന് n സാമ്പിൾസിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n സ്ക്വയർ വേണ്ടി വരും. അതുപോലെ തന്നെ കോംപ്ലക്സ് അഡീഷനും n into n minus 1 അഡീഷൻസ് വേണ്ടി വരും ഇൻ ടേംസ് ഓഫ് DFT, direct evaluation of DFT. Direct evaluation of DFT is basically inefficient because it does not use the symmetry and periodicity properties of the total factor Wn. ഓക്കെ, ഈ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ DFTനെ കാണുമ്പോൾ എഫിഷ്യൻസി കുറയുന്ന എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ്, അതായത് അല്ലെങ്കിൽ ട്വിഡിൽ ഫാക്ടർ മെട്രിക്സ് മെട്രിക്സ് ഫോമിൽ എഴുതുന്നതാണ്. Wn എന്ന് പറഞ്ഞാൽ ട്വിഡിൽ ഫാക്ടർ ആണ്, ദാറ്റ് ഇസ് e raised minus j 2 pi by n, അതാണ് ട്വിഡിൽ ഫാക്ടർ. ഈ ട്വിഡിൽ ഫാക്ടറിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ DFTയിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് DFTയിൽ നമുക്ക് ഇൻഎഫിഷ്യന്റ് ആയി തോന്നുന്നത്. ഓക്കെ, സോ ഈ ട്വിഡിൽ ഫാക്ടറിന് മെയിൻ ആയിട്ട് രണ്ട് പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് വൺ സിമെട്രി, നെക്സ്റ്റ് വൺ പീരിയോഡിസിറ്റി. ഓക്കെ, ട്വിഡിൽ ഫാക്ടർ Wn ന്റെ പ്രോപ്പർട്ടീസ് ആണ് സിമെട്രി ആൻഡ് പീരിയോഡിസിറ്റി. These two properties are not used in the case of direct valuation of DFT. By using FFT, when we calculate DFT by using FFT, we use the property of symmetry and periodicity of Twiddle factor. Twiddle factor and Wn the symmetry and periodicity property use ചെയ്യുന്നതുകൊണ്ടാണ് FFT നമുക്ക് കൂടുതൽ ഫാസ്റ്റ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഈ രണ്ട് പ്രോപ്പർട്ടീസ് സിമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ Twiddle factor Wn k plus n by 2 is equal to minus Wn k. ഇതാണ് ഇതിന്റെ സിമെട്രി. k plus n by 2, k ന്റെ കൂടെ ഒരു n by 2 പറയുമ്പോൾ n നമുക്കറിയാം എന്താ, എൻ പോയിന്റ് എത്ര പോയിന്റ്സ് ഉണ്ട്, 2 point 4 point 8 point ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ എൻ പോയിന്റ് n ആണ്. സോ Wn k plus n by 2 is equal to minus Wn k. Okay, this is the symmetric property. The next periodicity property is Wn k plus n is equal to Wn k. Okay, this is periodicity property. അതായത് Wn k ന്റെ കൂടെ ഒരു പ്ലസ് n കോൺസ്റ്റന്റ് ആഡ് ചെയ്താലും നമുക്ക് W of n of k നെ കിട്ടും. Wn raised to, അതായത് e raised minus j into k plus n. Wn k plus n is equal to Wn k, അതായത് ഒരു കോൺസ്റ്റന്റ് n ആഡ് ചെയ്താലും which is equal to Wn k, that is called periodicity property. അത് പീരിയോഡിക് ആണ്. So Twiddle factor is periodic. So periodicity property symmetric in the sense Wn k plus n by 2 is equal to minus Wn k. Okay, ഈ രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. നമുക്ക് ഒന്ന് അതിന്റെ ഡെറിവേഷൻ നോക്കാം. ഓക്കെ, ഇതിന്റെ പ്രൂഫ് നോക്കാം. ഇത് എങ്ങനെയാണ് ഇത് ഈക്വൽ ടു ഇത് കിട്ടണ്ടേ, അതിന്റെ രണ്ടിന്റെ പ്രൂഫ് നോക്കാം. ഫസ്റ്റ് സിമെട്രിക് പ്രോപ്പർട്ടി. We have symmetric property Wn k plus n by 2 is equal to minus Wn k. Substituting Wn is equal to Twiddle factor എന്ന് പറഞ്ഞാൽ e raised minus j 2 pi by n ആണ്. e raised to minus j 2 pi by n ആണ് Twiddle factor Wn. ഓക്കെ, now ഇപ്പോ ഈ ഒരു Wn k plus n by 2 നെ Twiddle factor മെട്രിക്സ് ആയിട്ട് ചെയ്യാം. Okay, so Wn എന്ന് പറഞ്ഞാൽ e raised minus j 2 pi by n ആണ്. So Wn into k plus n by 2 എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ ഒരു k plus n by 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Okay, now e raised minus j 2 pi by n, that is Wn, പിന്നെന്താ k plus അതിന്റെ e raised കൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി into k plus n by 2. എന്നിട്ട് ഇതിനെ നമ്മൾ ഓപ്പൺ ഈ ഒരു ബ്രാക്കറ്റില് 2 pi by n ന് ഈ ബ്രാക്കറ്റിന് അകത്തോട്ട് എടുക്കണം. സോ e raised to minus j 2 pi by n into k plus 2 pi by n into n by 2. ഈ n cancel ചെയ്ത് പോയി. Similarly 2 cancel ചെയ്ത് പോയി. So e raised to minus j 2 pi by n into k plus pi. Okay, ഇനി നമുക്ക് e raised minus j ഈ ഒരു ഇതിൽ ടേമിൽ ഓപ്പൺ ചെയ്യാം. ദാറ്റ് ഇസ് e raised minus j 2 pi by n into k. ഓക്കെ, ഇത് Wn k ആണ് അല്ലെ. e raised minus j 2 pi by n ആണ് Wn ആണ്. into k പറയുമ്പോൾ Wn k. Okay, into e raised to minus j pi. e raised to minus j 2 pi by n into k into e raised to minus j pi, e raised to minus j theta cos theta minus j sin theta. So cos pi minus j sin pi. Cos j sin pi is 0. So ഈ കോംപ്ലക്സ് ടേം എന്തായി മാറും, 0 ആയി മാറും. cos pi equal to minus 1. So e raised to minus j 2 pi by k into minus 1. This is e raised minus j 2 pi n എന്ന് പറഞ്ഞാൽ Wn
ആണ്. Okay, wn into k into minus 1. So minus wnk. So we have proved the symmetric property, right? That is wnk plus n by 2 is equal to minus wnk. Similar case ലാണ് നമ്മൾ periodicity property prove ചെയ്യുന്നത്. Okay, similarly we have periodicity property wnk plus n is equal to wnk. Now we are substituting wn equal to e raised minus j 2 pi by n. ഇനി ഈ ഒരു ടേം കെ പ്ലസ് എൻ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇ റൈസ് മൈനസ് ജെ 2 പൈ ബൈ എൻ ദാറ്റ് ഈസ് WN ഇൻറ്റു കെ പ്ലസ് എൻ. ദെൻ ഈ ഒരു 2 പൈ ബൈ എന്നിന് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ അതിന് അകത്തോട്ട് എടുക്കാം. ദാറ്റ് ഈസ് ഇ റൈസ് മൈനസ് ജെ 2 പൈ ബൈ എൻ ഇൻറ്റു കെ പ്ലസ് ഈ 2 പൈ ബൈ എൻ ഇൻറ്റു എൻ. സോ വി ആർ ക്യാൻസലിംഗ് ദിസ് എൻ. നൗ വി ഗെറ്റ് ഇ റൈസ് മൈനസ് ജെ എന്നിട്ട് ഈ മൈനസ് ജെനെ അകത്തോട്ട് എടുക്കുക. ദാറ്റ് ഈസ് ഇ റൈസ് മൈനസ് ജെ 2 പൈ ബൈ എൻ ഇൻറ്റു കെ ഇൻറ്റു e raised minus j 2 pi. So e raised minus j 2 pi, e raised minus j 2 pi by n അതുപോലെ എഴുതാം, into k അതുപോലെ എഴുതാം. e raised minus j 2 pi means cos 2 pi minus j sin 2 pi. 2 pi ആയതുകൊണ്ട് ഈ കോംപ്ലക്സ് ടേം റിമൂവ് ചെയ്ത് പോയി. Now cos 2 pi is 1. So e raised minus j 2 pi by n into k into 1 കിട്ടും. So e raised minus j 2 pi by n ആണ് wn to del factor into k into 1, that is wnk. This is the periodicity property. So we have proved both the property, that is symmetric property and the periodicity property. Right, okay. FFT reduces the number of complex multiplication required to perform DFT from n square to n by 2 log 2. കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡി എഫ് ടിന്റെ കേസിൽ എൻ സ്ക്വയർ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എഫ് എഫ് ടിന്റെ കേസിൽ n by 2 log n എന്നാണ് നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഒരുപാട് ഇത് എന്നിന്റെ പവർ ആണ്, ഇത് n by 2 log n ആണ്. സോ ഒരുപാട് മൾട്ടിപ്ലിക്കേഷന്റെ നമ്പർ കുറയും. ഓക്കെ, now FFT algorithms are based on the fundamental principle of decomposing the computation of DFT of a sequence of length n into successively small DFT, smaller DFT. Okay, ഇനി FFT algorithm എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എക്സ് ഓഫ് എൻ ഉണ്ടല്ലോ, അതായത് DFT fundamental principle of decomposing the computation of DFT of a sequence of length n into successively smaller DFT. അതായത് FFT algorithms എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് തന്ന എക്സ് ഓഫ് എന്നിനെ ഡിവൈഡ് ചെയ്തിട്ട് DFT കാണുന്നു. ഓക്കെ, സക്സസ്ഫുള്ളി ഓരോന്നിന്റെ DFT കാണുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡീകമ്പോസിംഗ് ആൻഡ് ഫൈൻഡിങ് DFT, അതാണ് FFT ചെയ്യുന്നത്. FFT algorithms are based on the fundamental principle of decomposing the computation of DFT. DFT കാണാനുള്ള ആ ഒരു ഇൻപുട്ടിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യും. ഓക്കെ, അതിനെ എന്തിൻ്റെങ്കിലും ഒരു ബേസിൽ ഡിവൈഡ് ചെയ്യും ഓഫ് ഈ ലെങ്ത് n ഉള്ള സീക്വൻസിൽ, അതായത് 0 to n - 1 ആണ്. അപ്പോൾ n ലെങ്ത് ഉള്ള സീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും, സ്മോളർ എന്നിട്ട് സ്മോളർ DFT ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് FFT ചെയ്യുന്നത്. സോ ഫാസ്റ്റ് ഫോർ അപ്പോൾ എല്ലാം ഒരുമിച്ച് നടക്കും അല്ലെ, എല്ലാ DFTയും ഒരുമിച്ച് കാണും, ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് എഴുതുന്നു. ഓക്കെ, ദാറ്റ് ഈസ് FFT. FFT എങ്ങനെ കാണുന്നത് വെച്ചാൽ DFTനെ ഡീകമ്പോസ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് സ്മോളർ DFT ആയിട്ട് നമ്മൾ സ്മോളർ DFT സ്മോളർ വാല്യൂസ് കിട്ടും, സ്മോളർ വാല്യൂസിലെ DFT ഇൻഡിവിജ്വൽ ആയിട്ട് കാണുന്നു, പിന്നെ കമ്പൈൻ ചെയ്തിരിക്കും. ദാറ്റ് ഈസ് FFT algorithm. Okay, now we have two types of FFT algorithms, that is decimation in time algorithm and decimation in frequency. രണ്ട് ടൈപ്സ് FFT algorithms ഉണ്ട്, that is DIT FFT and DIF FFT, that is decimation in time and decimation in frequency. ഓക്കെ, ഇൻ ടൈം ഡൊമൈനിൽ ചെയ്യുന്നതാണ് ഡെസിമേഷൻ ഇൻ ടൈം, ഫ്രീക്വൻസി ഡൊമൈൻ ചെയ്യുന്നതാണ് ഡെസിമേഷൻ ഫ്രീക്വൻസി. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഡെസിമേഷൻ ഇൻ ടൈം അൽഗോരിതം ഓർ DIT. ഓക്കെ, ദിസ് അൽഗോരിതം ഇസ് ആൾസോ നോൺ ആസ് റാഡിക്സ് 2 DIT FFT. ഈ ഡെസിമേഷൻ ഇൻ ടൈം അൽഗോരിതത്തിന് നമുക്ക് എന്തും കൂടി പറയാം, റാഡിക്സ് 2 DIT FFT എന്ന് പറയാം. Okay, this algorithm is also known as radix 2 DIT FFT algorithm, which means the number of output points n can be expressed as a power of 2, that is n is equal to 2 raised to m, where m is an integer. So n-നെ നമുക്ക് എങ്ങനെ പവർ ഓഫ് 2ന്റെ ടേമിൽ എഴുതാം. ഓക്കെ, നമ്മൾ പറഞ്ഞു n നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലെ, അപ്പോ ഈ ഡെസിമേഷൻ ഇൻ ടൈം ഡൊമൈനിന് നമ്മൾ റാഡിക്സ് 2 DIT FFT പറയും, ദാറ്റ് ഈസ് ഡെസിമേഷൻ ഇൻ ടൈം ഡൊമൈൻ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഈ ഡെസിമേഷൻ അത് റാഡിക്സ് 2 എന്ന് പറയാൻ കാരണം ഈ n-നെ നമുക്ക് പവേഴ്സ് ഓഫ് 2 ആയിട്ട് എഴുതാം. സോ ദിസ് ഇസ് കാൾഡ് റാഡിക്സ് 2 algorithm. Okay, now n is equal, നമ്മൾ n എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്, n equal to 2 raised to m ആണ്, where m is an integer, m എന്നുള്ള integer ആണ്, n equal to 2 raised to m എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. സോ n എന്നുള്ള ലെങ്ത് n പോയിന്റ് എന്ന് പറയുമ്പോൾ 8 എന്നുള്ളതാണെങ്കിൽ നമ്മൾ 2 raised to
3 ചെയ്യുമ്പോഴാണ് അപ്പൊ m equal to 3. അപ്പൊ 3 സ്റ്റേജസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ്, അതായത് 2ന്റെ പവേഴ്സ് ഓഫ് 2ലാണ് നമ്മൾ n ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കാൾഡ് റാഡിക്സ് 2 DIT FFT. ഓക്കെ. Depending upon how we are decomposing, there are 3 types of radixes. നമ്മൾ ഡീകമ്പോസ് ചെയ്യുന്ന പറഞ്ഞു, ഒരു n-നെ നമ്മൾ ഡീകമ്പോസ് ചെയ്യുന്നു. ഡിഫറെന്റ് ടൈപ്സിൽ ഡീകമ്പോസ് ചെയ്തിട്ട് DFT കാണുന്നതാണ് FFT എന്ന് പറഞ്ഞു. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡീകമ്പോസിഷൻ അനുസരിച്ച് നമുക്ക് 3 ടൈപ്സ് റാഡിക്സസ് ഉണ്ട്. ഓക്കെ. ഫസ്റ്റ് റാഡിക്സ് 2, that is n is equal to 2 raised to v, that is n equal to 2 raised to m. അതായത് ഡിസ്ക്രീറ്റ് ഡെസിമേഷൻ ഇൻ ടൈം ടേം, അതാണ് റാഡിക്സ് 2. ഈ റാഡിക്സ് 2ലുണ്ട് 2 ടൈപ്പാണ്. എന്ത്? ഡെസിമേഷൻ ടൈം ഡൊമൈനും ഡെസിമേഷൻ ഫ്രീക്വൻസി ഡൊമൈനും. അതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. റാഡിക്സ് 2ലുള്ളതാണ് ഡെസിമേഷൻ ടൈം ഡൊമൈനും ഡെസിമേഷൻ ഫ്രീക്വൻസി ഡൊമൈനും. ഇനി ഡീകമ്പോസിനനുസരിച്ച് വേറൊരു ടൈപ്പ് റാഡിക്സ് പറയുമ്പോൾ റാഡിക്സ് 4 ആണ്. ദാറ്റ് ഈസ് n is equal to 4 raised to v or 4 raised to m. ഈ ഒരു റാഡിക്സ് വാല്യൂ ചേഞ്ച് ആവുന്നുള്ളൂ. റാഡിക്സ് 4 n equal to 4 raised to v or 4 raised to m. നമ്പർ ഓഫ് സ്റ്റേജസ് ആണ്. v or m എന്ന് പറഞ്ഞ നമ്പർ ഓഫ് സ്റ്റേജസ് ആണ്. ദെൻ സ്പ്ലിറ്റ് റാഡിക്സ്. സ്പ്ലിറ്റ് റാഡിക്സ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് n is equal to 2 raised to v1 into 4 raised to v2. ദാറ്റ് ഈസ് സ്പ്ലിറ്റ് റാഡിക്സ്. ഇത് ഒരു ബേസിക് നോളജിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. സോ റാഡിക്സ് 2ല് വരുന്നതാണ് DIT FFTയും DIF FFTയും. നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് DIT FFT. ഓക്കെ. Now here R എന്ന് പറഞ്ഞാൽ റാഡിക്സ് ആണ്. V എന്ന നമ്പർ ഓഫ് സ്റ്റേജ്. V is equal to m എന്ന് പറയുന്ന കേസ് ഉണ്ട്. m എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് സ്റ്റേജസ്. ഓക്കെ. ഇത് ഉപയോഗിക്കാം. Now let x of n is an endpoint sequence where n is assumed to be power of 2. അല്ലേ? DIT ആയതുകൊണ്ട് നമ്മൾ n is assumed to be radix 2 ആയതുകൊണ്ട് power of 2 ആണ്. n equal to that is 2 raised to m. Decimate or break this sequence into 2 sequences of length n by 2, where one sequence consists of even indexed values of x of n and the other of odd indexed values of x of n. Okay. ഇനി എക്സ് ഓഫ് എൻ എന്നുള്ള എൻ പോയിന്റ് സീക്വൻസ് നമുക്ക് കിട്ടി. ഈ എൻ പോയിന്റ് സീക്വൻസിനെ നമ്മൾ എന്നിന്റെ ടേമിൽ എഴുതുമ്പോൾ 2 raised to m 2ന്റെ പവറിൽ എഴുതാൻ പറ്റും. ഇനി ഈ ഒരു എക്സ് ഓഫ് എന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യണം. ഈ സീക്വൻസിനെ 2 ആയിട്ട് ബ്രേക്ക് ചെയ്യാം. ഓക്കെ. DITന്റെ കേസിലാണ് പറയുന്നത്. 2 ആയിട്ട് ബ്രേക്ക് ചെയ്യാം. അതാണ് വിത്ത് ലെങ്ത് 2 ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ n ലെങ്ത് ഉള്ളത് n/2 n/2 2 ലെങ്ത് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. കൺസിസ്റ്റിംഗ്, അപ്പോൾ ഫസ്റ്റ് ലെങ്ത്തിൽ n/2 എങ്ങനെയാണ് അതിന്റെ ഡിവിഷൻ ഓർഡർ എന്ന് പറയുമ്പോൾ വൺ സീക്വൻസ് ഈവൻ ഇൻഡെക്സ്ഡ് വാല്യൂസ്. ഒരു സീക്വൻസിൽ ഈവൻ ഇൻഡെക്സ്ഡ് വാല്യൂസ് ആണ്. ദാറ്റ് ഈസ് ഈവൻ ഇൻഡെക്സ്ഡ് വാല്യൂസ് ഇൻ ദ സെൻസ് x of 0, x of 2, x of 4, x of 6 അങ്ങനെ ഈവൻ ഇൻഡെക്സ്ഡ് വാല്യൂസ് വരിക. ദ അതറിൽ ഓഡ് ഇൻഡെക്സ്ഡ് വാല്യൂസ്. സോ എക്സ് ഓഫ് n എന്നുള്ള ഒരു ഫുൾ സീക്വൻസിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. One part consists of odd sequence and odd indexed values and another part consists of even indexed values. So totally length n ആയതുകൊണ്ട് 2 signals, 2 sequence with length n/2. That is even indexed values with length n/2 and odd indexed value with length n/2. അങ്ങനെയാണ് x of n നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ. ദാറ്റ് ഈസ് x of n നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇതിന്റെ പ്രൂഫ് ആണ്. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്നാണ് റാഡിക്സ് DIT ഫോമിൽ ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് എക്സ് ഓഫ് എന്നിനെ വി ആർ ഡിവൈഡിങ് ഇൻടു 2. ദാറ്റ് ഈസ് എക്സ് ഈവൺ ഓഫ് n ആൻഡ് എക്സ് ഓഡ് ഓഫ് n. ഓക്കെ. എക്സ് ഈവണും എക്സ് ഓഡ് എന്ന് പറഞ്ഞിട്ട് എക്സ് ഈവൺ ഓഫ് n എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻടു എക്സ് ഓഫ് 2n. എക്സ് ഈവൺ ഓഫ് n ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് 2n, കാരണം ഈവൺ മൾട്ടിപ്പിൾ ആണ്. എക്സ് ഓഡ് ഓഫ് n എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് 2n plus 1 ബിക്കോസ് ഇറ്റ്സ് ഓഡ് മൾട്ടിപ്പിൾ. എക്സ് ഓഫ് 2n plus 1. ഇനി എന്നിന്റെ വാല്യൂസ് രണ്ടിലും സെയിം ആണ്. 0 to n/2 minus 1. എന്നാലല്ലേ n/2 വാല്യൂസ് വരുള്ളൂ. എക്സ് ഈവണ് എത്ര വാല്യൂസ് വേണം? n/2 വാല്യൂസ് വേണം. എക്സ് ഓടും അതുപോലെ തന്നെ n/2 വാല്യൂസ് വേണം. ദാറ്റ് ഈസ് 0 to n/2 minus 1. സോ n വാല്യൂസ് ആണെങ്കിൽ 0 to n minus 1 കൊടുക്കും. n/2 വാല്യൂസ് ആയതുകൊണ്ട് 0 to n/2 minus 1. ഓക്കെ. എന്നിന്റെ റേഞ്ച് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് n 2 സീക്വൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എക്സ് ഇ ഓഫ് എന്നും എക്സ് ഓഡ് ഓഫ് എന്നും. എക്സ് ഈവൺ ഓഫ് എൻ എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് 2n, എക്സ് ഓഡ് ഓഫ് എൻ പറയുമ്പോൾ എക്സ് ഓഫ് 2n plus 1. ഓക്കെ. ഇവിടെ n ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് 0 കിട്ടും. ഇവിടെ n ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് ഓഫ് 1 കിട്ടും. സോ ഈവണിൽ വരുന്നത് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 4, എക്സ് ഓഫ് 6, എക്സ് ഓഫ് 8, എക്സ് ഓഫ് 10 അങ്ങനെയാണ് വരുന്നത്. ഓർഡിൽ വരുന്ന എക്സ് ഓഫ് 1, എക്സ് ഓഫ് 3, എക്സ് ഓഫ് 5, എക്സ് ഓഫ് 7 അങ്ങനെയാണ് ഓർഡിൽ വരുന്നത്. സോ വി ഡിവൈഡഡ് ദ എക്സ് ഓഫ് n into 2 sequence, that എക്സ് ഈവൺ ഓഫ് n and എക്സ് ഓഡ് ഓഫ് n. റൈറ്റ്. അങ്ങനെ 2 സീക്വൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ദ എൻ പോയിന്റ് DFT ഓഫ് എക്സ് ഓഫ് n ക്യാൻ ബി റിട്ടൺ ആസ്. ഒരു എൻ പോയിന്റ് DFTന്റെ എക്സ് ഓഫ് n വാല്യൂ എന്താ?
x of k, x of n into dft എങ്ങനെ കാണാം? x of k is equal to e raised to sigma n equal to 0 to n minus 1 x of n into e raised to minus j 2 pi by n into kn, right? So e raised to minus j നമ്മൾ ടോട്ടൽ ഫാക്ടറിന്റെ രീതിയിലാണ് ഇവിടെ കാണുന്നത്. So e raised to minus j 2 pi by n എന്ന് പറഞ്ഞാൽ എന്താ? That is wn into nk. Okay, that is x of k is equal to sigma n equal to 0 to n minus 1 x of n wn into nk. That is e raised to minus j 2 pi by n into nk എന്നുള്ളതാണത്. Okay, so wn ആണ് e raised to minus j 2 pi by n into nk. This is the general form of DFT equation. So k equal to 0 to n minus 1. This is the third equation. Now, separating x of n into even and odd indexed values of x of n we obtain. ഈ ഒരു x of n നെ നമ്മൾ ഈവൺ ആയിട്ടും ഓഡ് ആയിട്ടും സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, രണ്ടായിട്ട് മാറ്റണം. സോ എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു എൻ ഈക്വൽ ടു 0 to n minus 1 എക്സ് ഓഫ് എൻ ഡബ്ല്യു എൻ എൻ കെ പ്ലസ് ഇത് ഈവൺ ആയിട്ട് മാറ്റി. ഓക്കെ, ദിസ് ഇസ് ഈവൺ ടേം. സെയിം സംഭവം തന്നെ ഈവൺ ടേം, നമ്മൾ ലിമിറ്റ് ഒന്നും മാറ്റിയിട്ടില്ല, നെക്സ്റ്റ് മാറ്റാം. Then plus അതിനെ സ്പ്ലിറ്റ് ചെയ്തു n equal to 0 to n minus 1 x of n wn nk. അടുത്ത ഓഡ് ടേം. ഓക്കെ, സോ ഈവൺ ടേമും ഓഡ് ടേം എടുക്കുമ്പോൾ ലിമിറ്റ് ചേഞ്ച് ആവും, റൈറ്റ്? സോ n equal to 0 to നമുക്ക് എത്ര n/2 minus 1 x of n എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രം ദ ഫസ്റ്റ് ടു ഇക്വേഷൻ ഈവൺ ഓഫ് n എന്ന് പറഞ്ഞാൽ x of 2n ആണ് അല്ലെ? ദാറ്റ് ഈസ് x of 2n wn. So n is replaced by 2n in case of even sequence. The even sequence ആണ്. This is odd sequence. Okay, this is odd sequence. So even sequence എഴുതുമ്പോൾ ഫസ്റ്റ് ഓരോ പാർട്ട് ബൈ പാർട്ട് നോക്കാം. ലിമിറ്റ് മാറും n equal to 0 to n/2 minus 1. Then x of n എന്നുള്ളത് എന്തായി? ഈവൺ ആയതുകൊണ്ട് n is replaced by 2n. Okay, so x of 2n wn n is replaced by 2n ആണ്. So 2nk. Okay, so even part കഴിഞ്ഞു. Then odd part, sigma n equal to 0 to n/2 minus 1, limit change ചെയ്തു. X of n is replaced by 2n plus 1. Okay, so x of 2n plus 1 wn n is replaced by 2n plus 1 into k. So even the case le n is replaced by 2n, odd in the case le n is replaced by 2n plus 1. Okay, p1 odd കിട്ടി. ഇത് നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ഇതിൽ നമ്മൾ ഈ ഒരു ബ്രാക്കറ്റിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ദാറ്റ് ഈസ് സിഗ്മ n equal, ഇത് സെയിം x of n wn 2nk പ്ലസ് ഈ ഒരു ബ്രാക്കറ്റ് ഓക്കെ wn 2nk ഇൻറ്റു wnk. ഓക്കെ, 1 into k k. സോ wnk നെ ഞാൻ പുറത്തെടുത്തു, കാരണം എന്നിന്റെ റേഞ്ച് ആണ് 0 to n minus 1. സോ ഇവിടെ എന്നിന്റെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് wn 2nk ഒന്നും wnk എന്നും. സോ wnk നെ ഞാൻ സമ്മേഷന് പുറത്തെടുത്തു. ദാറ്റ് ഈസ് wnk ഇൻറ്റു sigma n equal to 0 to n/2 minus 1 x of 2n plus 1 wn 2nk. Okay, this is the fourth equation. Now substituting equations 1 and 2 in 4. So x of 1 and 2 equation 4 ലോട്ട് കൊടുക്കുക. So 1 and 2 equation എന്താ കിട്ടി? x of 2n ന് പകരം x e1 of n എഴുതാം, x of 2n plus 1 ന് പകരം x odd of n എഴുതാം. Okay, so equationലോട്ട് ഈ ഫോർത്ത് ഇക്വേഷനിലോട്ട് നമ്മൾ കൊടുത്തു. So x of k n equal to 0 to n/2 minus 1 x the e1 of n ന് പകരം x e of n wn 2nk, x of 2n plus 1 ന് പകരം x odd of n കൊടുത്തു. ദാറ്റ്സ് ഓൾ, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു ടോട്ടൽ ഫാക്ടറിന്റെ വേറെ പ്രോപ്പർട്ടിയാണ്. ടോട്ടൽ ഫാക്ടർ പ്രോപ്പർട്ടീസ് നമ്മൾ യൂസ് ചെയ്യണം. wn സ്ക്വയർ എന്ന് ഇവിടെ ഉണ്ട്. സോ wn സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? wn എന്ന് പറഞ്ഞാൽ e raised to minus j 2 pi by n. Right, wn എന്ന് പറഞ്ഞാൽ e raised to minus j 2 pi by n all square. wn square na e raised to minus j 2 pi by n square. That is square and by into 2 അല്ലേ വരുന്നത്. So wn e raised to minus j 2 pi by n into 2. So ഇത് നമുക്ക് എന്ത് എഴുതാം? e raised to minus j 2 pi n/2 എന്ന് എഴുതാം. So n/2 എന്ന് എഴുതിയാൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. That is e raised to minus j 2 pi by 1 into 2 by n വരാം. അതായത് ഇൻറ്റു 2 എന്നുള്ളതിന് ഈ n/2 കൊടുത്തു. n ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുത്താൽ e raised minus j 2 pi by 1 ഇൻറ്റു ആ n/2ന്റെ 2 മുകളിലും n താഴോട്ട് തന്നെ വരും. ഓക്കെ, അപ്പൊ രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ ഇൻറ്റു 2 ചെയ്താലും n/2 എന്ന് ചെയ്താൽ സോ e raised minus j 2 pi ഇൻറ്റു 2 by n നെ e raised minus j 2 pi by 1 ഓക്കെ 2 pi by n/2 ചെയ്തു. 2 pi by n/2 എന്ന് ചെയ്യുമ്പോൾ n/2 ചെയ്താൽ അതിന് മൾട്ടിപ്ലൈ ചെയ്തുമ്പോൾ 2നെ മുകളിലോട്ട് പോകും, n താഴെ വരും. That is e raised to 2 pi by 1 into 2 by n വരും. Okay, so we can write this as e raised minus j 2 pi by
n into 2 n by 2 ചെയ്തു. ഓക്കെ 2 pi by n by 2 ഇത് സെയിം തന്നെയാണ് കാരണം ഇറേസ് മൈനസ് ജെ 2 pi by n by 2 എന്നാണ്. സോ ഇറേസ് മൈനസ് ജെ 2 pi ഇതിന് ഈ 2നെ മുകൾക്ക് ഇടാം 2 pi by 1 into 2 by n. സോ സെയിം വാല്യൂനെ കിട്ടി. സോ ഇൻറ്റു 2 എന്നുള്ളത് ഇവിടെ n by 2 എന്നാക്കി എഴുതി. സോ ദിസ് ഇസ് ഇറേസ് മൈനസ് ജെ 2 pi n by 2 ദാറ്റ് ഈസ് ഇറേസ് മൈനസ് ജെ 2 pi ഇതിന്റെ സ്ക്വയർ വരുമ്പോൾ WN സ്ക്വയർ. ഓക്കെ ഈ n തന്നെയാണ്. സോ e raised minus 2 pi n by 2 is equal to w n by 2. So w n square ne namukku endu cheyam w n by 2 nu ezhudam. Okay, so idine e raised minus 2 pi by n nu parna w n aanu. E raised minus 2 pi by n by 2 parnal w n by 2 aanu. Okay, e raised minus 2 pi by n nu parna w n aanu. E raised minus 2 pi by n by 2 parnal w n by 2 aanu. Okay, that is w n square is equal to w n by 2. ഈ ഒരു ഇക്വേഷൻ ഇവിടെ w n സ്ക്വയറിന് പകരം w n സ്ക്വയറിന് പകരം നമ്മൾ എന്ത് എടുക്കാം w n by 2 n k കൊടുക്കാം. ഓക്കെ അപ്പോൾ ഈ സ്ക്വയർ ഉള്ളത് n by 2 വരും. So substitute equation 6 in equation 5 we get xk of n equal to 0 to n by 2 minus 1 x e1 of n w സ്ക്വയർ എന്നുള്ളത് w n by 2 n k പ്ലസ് ഇതും അതുപോലത്തെ x of n w n by 2 n k. ഓക്കെ ദിസ് ഈസ് ദ n by 2. ഇത് മനസ്സിലാക്കേണ്ട എന്താ n by 2 പോയിന്റ് ആണ്. ഇതിപ്പോ 0 to n minus 1 എന്നുള്ളത് 0 to n by 2 x e1 of n നോക്കട്ടെ e raised to n w n n k എന്നതിന് പകരം n is replaced by n by 2 ആണ്. അപ്പോൾ ഇവിടെ എല്ലാം ക്യാപിറ്റൽ n is replaced by n by 2 ആണ്. സോ ദിസ് ഇസ് ദ DFT ഓഫ് ഹാഫ് സീക്വൻസ് അല്ലേ, പകുതിന്റെ DFT ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് 1 സീക്വൻസ് തുടങ്ങി പകുതിന്റെ DFT ആയി. സോ n by 2 point of DFT of even indexed sequence, this is n by 2 point DFT of odd index sequence. So when we are comparing, first നമ്മൾ x of k കണ്ട വാല്യൂ, okay, this is x of k n equal to 0 to n minus 1 x of n w n k. So capital N എന്നുള്ളത് റീപ്ലേസ് ചെയ്താൽ n by 2 എന്ന് കൊടുത്തിട്ട് രണ്ട് ടേം ആയിട്ട് ലാസ്റ്റ് വരും. ഓക്കെ, this is the n by 2 point of even indexed sequence and this is the n by 2 point of odd indexed sequence. ഇതിലൊരു എക്സ്ട്രാ w n k വന്നിട്ടുണ്ട്. ഓക്കെ, this is the format, that is x of k is equal to, അപ്പോൾ നമ്മൾ എക്സ് ഓഫ് കെനെ സ്പ്ലിറ്റ് ചെയ്തു എക്സ് e1 of k പ്ലസ് w n k into x odd of k. This is the equation for to find DIT, decimation in time domain. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ഓഫ് കെനെ രണ്ടായിട്ട് ഈവൻ ആയിട്ട് ഓഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് എഫ് ഓഫ് ടി കാണുന്നത്. ഈച്ച് ഓഫ് ദ സം ഇൻ ഇക്വേഷൻ 7, ഈ 7ന്റെ കേസാണ്, is an n by 2 point DFT. This is n by 2 point DFT. The first sum being the n by 2 point DFT of even indexed sequence and second being the n by 2 point DFT of odd indexed sequence. Okay, the direct evaluation of x of k requires, as നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, n സ്ക്വയർ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷനും n into n minus 1 കോംപ്ലക്സ് അഡീഷനും ഉണ്ട് ഡയറക്റ്റ് ആയിട്ട് എക്സ് ഓഫ് കെ കാണുകയാണെങ്കിൽ. വെൻ വി ഡീകമ്പോസ് എക്സ് ഓഫ് into 2 സീക്വൻസ് ഓഫ് ലെങ്ത് n by 2, നമ്മൾ എക്സ് ഓഫ് n ഡയറക്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ നമ്പർ ഓഫ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ n സ്ക്വയറും കോംപ്ലക്സ് അഡീഷൻസ് n into n minus 1 ആണ്. സോ വെൻ വി ഡീകമ്പോസ് എക്സ് ഓഫ് into 2 സീക്വൻസ്, രണ്ട് സീക്വൻസ് ആയിട്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ ഓഫ് ലെങ്ത് n by 2 ആയിട്ടുള്ള ഓഡ് ഈവൺ ആയിട്ട് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് എക്സ് ഓഫ് കെ യൂസിങ് ഇക്വേഷൻ 8 ലാസ്റ്റ് ചെയ്ത പോലെ ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ദ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ് ആർ റെഡ്യൂസ് ബൈ എ ഫാക്ടർ ഓഫ് 2. ഒരു ഫാക്ടർ ഓഫ് 2 ആയിട്ട് റെഡ്യൂസ് ചെയ്തു അല്ലെ, നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ് ഒന്നും കൂടി റെഡ്യൂസ് ചെയ്തു. ഇഫ് യു അഗെയിൻ ഡീകമ്പോസ് ദ സീക്വൻസ് എക്സ് ഇ ഓഫ് കെ ആൻഡ് എക്സ് ഓഫ് എക്സ്, അതായത് എക്സ് ഈവൺ ഓഫ് കെയും ഓഡ് ഓഫ് കെയും വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റു സബ് സീക്വൻസ്, വീണ്ടും സീക്വൻസ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടേഷൻ അഗെയിൻ ബി കട്ട് ഓഫ് ടു ഹാഫ്. വീണ്ടും അത് എന്ത് ചെയ്യും, ഹാഫ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യും. ഓക്കെ, ഹാഫ് ആയിട്ട് കുറയും. അതായത് നമ്മൾ ഡയറക്റ്റ് എക്സ് ഓഫ് കെ കാണേണ്ടിയില്ലേറെ നമ്മളിങ്ങനെ ഈവൺ ഓർഡർ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ പകുതി ആയിട്ട് n by 2 ആയിട്ട് കാണുമ്പോൾ പകുതി ആയിട്ട് അതിന്റെ കമ്പ്യൂട്ടേഷൻസ് കുറയും. വീണ്ടും ഈ എക്സ് ഇ ഓഫ് കെയും എക്സ് ഒ ഓഫ് കെയും വീണ്ടും സബ് സീക്വൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ വീണ്ടും അതിന്റെ കമ്പ്യൂട്ടേഷൻസ് കുറയും. സോ ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കമ്പ്യൂട്ടേഷന്റെ കോംപ്ലക്സിറ്റിയും ടൈമും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, കുറക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.